ഇന്ത്യയിലെ മികച്ച പബ്ലിക് യൂണിവേഴ്സിറ്റികളിലൊന്നായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പഠനാവസരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന എക്സലന്റ് അച്ചീവ് ചാനലിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ മികച്ച പഠനാവസരം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. 12ാം ക്ലാസ് മുതൽ PhD തലം വരെയുള്ളവർക്ക് വിവിധ കോഴ്സുകൾ പഠിക്കാനുള്ള മികച്ച അവസരം നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. വിവിധ രാജ്യങ്ങളിലുള്ള 71 യൂണിവേഴ്സിറ്റികളുമായി അക്കാഡമിക് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് ധാരണാപത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഈ അക്കാഡമിക് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഫാക്കൽറ്റി എക്സ്ചേഞ്ച്, സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് എന്ന് തുടങ്ങിയ വിവിധ തരത്തിലുള്ള കാറ്റഗറിയിൽ അതുണ്ടാവും. ഇവിടെ പഠിച്ച കുട്ടികൾക്ക് ജോലി നേടുന്നതിനും ഉപരിപഠനത്തിനും ഒക്കെ മികച്ച അവസരങ്ങളാണ് ഇതുവഴി ലഭിക്കുന്നത്. ഒരുപാട് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആണ്. നമ്മുടെ കേരളത്തിലുള്ള കണ്ണൂരിലെ ഏഴിമല നാവിക അക്കാദമി അടക്കം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടാണ് അവിടുത്തെ ബിടെക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ബിരുദ പഠനത്തിന് മികച്ച അവസരമാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് അടുത്ത അക്കാദമിക വർഷത്തേക്കുള്ള 2020 പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ടെസ്റ്റിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വിവിധ തരത്തിലുള്ള പ്രവേശന എക്സാമുകളുണ്ട്. അവിടുത്തെ ഡിഗ്രി പ്രവേശനത്തിനും PG പ്രവേശനത്തിനും ഒക്കെയുള്ള എൻട്രൻസ് എക്സാമുകളുണ്ട്. BA ഹോണേഴ്സ് ഡിഗ്രിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സാധാരണ ഉള്ള അവിടുത്തെ ഒരു ഡിഗ്രി. അത് വിദേശ ഭാഷകളിൽ ഡിഗ്രി പഠിക്കുന്നതിനുള്ള അവസരമാണ്. അറബിക്, ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ, ജപ്പാനീസ്, കൊറിയൻ, പേർഷ്യൻ, പുസ്തോ, റഷ്യൻ, സ്പാനിഷ് എന്നീ ഭാഷകളിൽ BA ഓണേഴ്സ് പഠിക്കാനാണ് അവിടെയുള്ള ഒരു അവസരം. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ വർഷം വേറെ റെക്കഗ്നൈസ്ഡ് ആയ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളുകൾക്ക് 2ാം വർഷത്തേക്ക് വേണമെങ്കിൽ JNU പ്രവേശനം ലഭിക്കും. ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നതോടൊപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ മികച്ച പ്രാവീണ്യം കൂടി ആർജിക്കുകയാണെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ എംബസികളിലും അവിടെയുള്ള മറ്റു നയതന്ത്ര കാര്യാലയങ്ങളിലുമൊക്കെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ എൻട്രൻസ് കടമ്പ നമ്മൾ കടക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേക പ്രവേശന പരീക്ഷയാണുള്ളത്. NTA ആണ് അതിൻ്റെ എൻട്രൻസ് എക്സാം നടത്തുന്നത്. JNU ET 2020 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. അത് 2020 മെയ് 11 മുതൽ 14 വരെയുള്ള തീയതികളിലാണ് അതിൻ്റെ പ്രവേശന പരീക്ഷ നടത്തുന്നത്. ആ പരീക്ഷയ്ക്ക് വേണ്ട രജിസ്ട്രേഷൻ നടത്താൻ 2020 മാർച്ച് 31 വരെയാണ് സമയമുള്ളത്. +2-ന് 45% മാർക്ക് നേടിയവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുക. അടുത്ത വർഷം +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും ഈ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിരുദ പഠനത്തിന് പുറമെ ബിരുദാനന്തര ബിരുദത്തിനും അവിടെ അവസരങ്ങളുണ്ട്. ബിരുദാനന്തര ബിരുദത്തിന് MA ഫോറിൻ ലാംഗ്വേജ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി, ഡെവലപ്മെൻറ്റ് ആൻഡ് ലേബർ സ്റ്റഡീസ് എന്ന് തുടങ്ങിയ വിവിധങ്ങളായ MA കോഴ്സുകൾ അവിടെയുണ്ട്. കൂടാതെ MSc കോഴ്സുകളായ എൻവയോൺമെൻറ്റൽ സയൻസ്, ലൈഫ് സയൻസ്, ഫിസിക്സ്, ബയോടെക്നോളജി, കൂടാതെ MCA കോഴ്സും അവിടെയുണ്ട്. മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന MCA കോഴ്സിനും JNU പഠിക്കാൻ അവസരമുണ്ട്. കൂടാതെ ഇൻ്റഗ്രേറ്റഡ് MSc ആൻഡ് PhD കോഴ്സും അവിടെയുണ്ട്. മോളിക്കുലാർ മെഡിസിൻ, കമ്പ്യൂട്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് സയൻസ് എന്നീ 2 കോഴ്സുകളിലാണ് ഇൻ്റഗ്രേറ്റഡ് MSc ആൻഡ് PhD കോഴ്സ് ഉള്ളത്. കൂടാതെ നാനോ സയൻസ്, നാനോ ഇലക്ട്രോണിക്സ് എന്നീ 2 ഡിസിപ്ലിനുകളിൽ MTech കോഴ്സും അവിടെയുണ്ട്. PhDക്ക് മാത്രമായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഈ വിവിധ യൂണിവേഴ്സിറ്റികളുമായി ധാരണാപത്രം ഉള്ളത് കൊണ്ട് തന്നെ ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ പോസ്റ്റ് PhD സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനും ഒക്കെ നല്ല സാധ്യതയാണ് JNU പഠിക്കുന്നതുകൊണ്ടുള്ളത്.
ഇതിനൊക്കെ പുറമെ ചില സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ അതുമുണ്ട്. ഉറുദു, പുഷ്തോ, ഇന്തോനേഷ്യൻ, മംഗോളിയൻ, പാലി തുടങ്ങിയ ഭാഷകളിൽ, അതുപോലെ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ അവിടെ അവസരമുണ്ട്. അതിന് പുറമെ JNUവിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ BTech പ്ലസ് MTech ഓർ MS അങ്ങനെ പഠിക്കാൻ ഒരവസരമുണ്ട്. കോഴ്സിന് JEE മെയിൻ അനുസരിച്ചാണ് അതിനുള്ള യോഗ്യത നേടുന്നത്. ജവഹർലാൽ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് IAS ട്രെയിനി ഓഫീസേഴ്സിന് ഒരു MA ഡിഗ്രി JNU നൽകുന്നുണ്ട്. പബ്ലിക് മാനേജ്മെന്റ് കോഴ്സിൽ MA അവർക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ പലരും ഇപ്പോൾ JNU പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മെയ് മാസത്തിലാണ് അതിൻ്റെ എൻട്രൻസ് എക്സാം വരുന്നത്. മാർച്ച് അവസാനം വരെ അതിന് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞവർ മുതൽ PhD തലം വരെയുള്ളവർക്ക് അവരുടെ താല്പര്യവും അഭിരുചിയും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന വിവിധ തരത്തിലുള്ള കോഴ്സുകളാണ് JNUവിലുള്ളത്. ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാഷാ പഠനത്തിൽ ഉയർന്നു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച പഠനാവസരമാണ് JNU വാഗ്ദാനം ചെയ്തത്. അതിനു വേണ്ടത് 2020 മെയ് മാസത്തിൽ നടക്കുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. അതിന് തയ്യാറാവാൻ പല വിധത്തിലുണ്ട്. അതിൻ്റെ എൻട്രൻസിൻ്റെ സിലബസ് അതിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നമുക്ക് ലഭിക്കും. നിരന്തരമായ പരിശീലനത്തിലൂടെയും പഠനത്തിലൂടെയും ഈ എൻട്രൻസ് പരീക്ഷ നമുക്ക് വിജയിക്കാനും അതുവഴി JNU എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ പ്രവേശിക്കാനും വളരെ ചുരുങ്ങിയ നിരക്കിൽ ലോകത്തിന് തന്നെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ വളരെ നല്ല രീതിയിൽ പഠിച്ച് പുറത്തിറങ്ങാനും നമുക്ക് സാധിക്കും. അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് വളരെ മികച്ച ജോലി സാധ്യതകൾ ലഭിക്കുന്ന, വളരെ മികച്ച അക്കാഡമിക് എക്സ്പോഷർ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളെ എത്തിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അഡ്മിഷൻ നടപടികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് JNU വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നമ്മുടെ എക്സലൻ്റ് അച്ചീവ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ തയ്യാറാവണമെന്ന് അപേക്ഷിക്കുകയാണ്. വിദ്യാഭ്യാസവും കരിയറുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.